അറിയില്ലേ താമരശ്ശേരി ചോരം? ഞമ്മള് താമരശ്ശേരി ചോരന്ന് അപ്പുറപ്പുറം ഭയങ്കരമായ കുയ്യല്ലേ, കുയ്യി ഇറക്കല്ലേ. താമരശ്ശേരി ഇട്ട് കോഴിക്കോട് 50 കിലോമീറ്റർ. ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം താമരശ്ശേരി ചുരമാണ്. ഒരുപാട് പേര് വന്നു പോയിട്ടുള്ള ഒരു സ്ഥലമാണ്. വയനാടിനെയും കോഴിക്കോടിനെയും ബന്ധിപ്പിക്കുന്ന ഒരു മലയോര പാതയാണ് ഈ താമരശ്ശേരി ചുരം എന്ന് പറയുന്നത്. ഈ ഒരു ഓട്ടോയിലൂടെ ഉള്ള യാത്ര ഞാൻ പോകുന്നത് നേരെ അങ്ങോട്ട് തന്നെയാണ്. പോകുന്ന വഴിയിലൂടെയുള്ള കാഴ്ചകൾ വളരെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ്. ഇന്നത്തെ കാലാവസ്ഥ വളരെ നല്ലതായതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇതുപോലുള്ള കാഴ്ചകൾ ഈ വഴിയിലൂടെ കാണാൻ സാധിക്കുന്നത്. നല്ല ഒരു മഴയൊക്കെ പെയ്തു തോർന്നു നിൽക്കുന്ന സമയമായിരുന്നു എങ്കിൽ ഇത് നമുക്ക് ഇങ്ങനത്തെ ഒരു കാഴ്ച ഇപ്പോൾ കാണാൻ പറ്റുന്നതേ അല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല ഒരു മഴയൊക്കെ പെയ്തു തോർന്നു നിൽക്കുന്ന സമയമാണെങ്കിൽ ഇവിടെ നല്ല കോട കയറി മൂടിക്കിടക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. എന്തോ നമ്മൾ വന്നത് നല്ലൊരു സമയമായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ കോട കയറി കിടക്കുന്ന സമയത്തും ഞാൻ ഒരു തവണ ഇതുവഴി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല രസമായിരുന്നു ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ. എന്നാലും വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ചിലയിടങ്ങളിൽ കോട കയറി വരുന്ന കാഴ്ച നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ കുറെ നേരത്തെ ഓട്ടോയിലെ യാത്രയ്ക്ക് ശേഷം താമരശ്ശേരി ചുരത്തിന്റെ വ്യൂ പോയിന്റിന് ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. താമരശ്ശേരിയിലൂടെ യാത്ര ചെയ്തിട്ടുള്ളവർ അല്പനേരമെങ്കിലും ഈ ഒരു വ്യൂ പോയിന്റിന്റെ ഫ്രണ്ടിൽ നിന്നും ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ടുണ്ടാവും. ഇവിടെ ഒരുപാട് സഞ്ചാരികൾ വന്നു പോകുന്നുണ്ട്. ഇന്നും വലിയ തിരക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് സഞ്ചാരികൾ ഉണ്ട്. താമരശ്ശേരി ചുരത്തിന്റെ വലിയൊരു ഭംഗി നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോയിൽ തന്നെ അത് എന്തുമാത്രം നല്ല രസമായിട്ട് കാണാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. താമരശ്ശേരി ചുരത്തിൽ വരുന്നവർക്ക് വലിയൊരു പ്രശ്നം ഇവിടെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ഇവന്മാര് തന്നെ. നമുക്ക് ഒരു സൈഡിൽ നിന്നും ഇവര് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. എന്നാലും അവരെ കാണുമ്പോൾ നമ്മുടെ കൂടെയുള്ള കൊച്ചു കുട്ടികൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. അവർക്ക് ഫ്രൂട്ട്സും മറ്റു സ്നാക്സും ഒക്കെ കൊടുത്ത് കുട്ടികൾ വളരെ ഹാപ്പിയാണ്. എന്നാൽ ഇവരെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്നല്ലേ, നമ്മുടെ കാറിന്റെ ഗ്ലാസുകൾ ഓപ്പൺ ആക്കിയിട്ട് വ്യൂ കാണാൻ പോയി നിൽക്കുകയാണെങ്കിൽ ആ ഗ്യാപ്പിലൂടെ നമ്മുടെ വണ്ടിയിലുള്ള പല സാധനങ്ങളും ഇവന്മാരെ അടിച്ചു മാറ്റിക്കൊണ്ടുപോകാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ ഒരു കാറിൽ നിന്നും അടിച്ചു മാറ്റിയ സാധനമാണ് ആശാൻ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പാവം ചേട്ടന്റെ കാറ് വഴിയിൽ സ്റ്റാർട്ടാവാതെ വന്ന ബ്ലോക്കാണ് കേട്ടോ. പുള്ളി എന്നാലും അയാളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എല്ലാം നോക്കുന്നുണ്ട്. പക്ഷേ ബ്ലോക്ക് നല്ലതുപോലെ അങ്ങോട്ട് കൂടി വരുന്നുണ്ട്. പുള്ളിയെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പുള്ളി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുക്കാൻ നോക്കുന്നുണ്ട്. എന്നാലും നടക്കുന്നില്ല. അവസാനം എന്തോ ദൈവാധീനമെന്ന് പറയാം, ആ വണ്ടി സ്റ്റാർട്ടായി പോയി കേട്ടോ. ബ്ലോക്ക് ഒരുപാട് ഉണ്ടായതുമില്ല. എന്നാൽ ചില സമയങ്ങളിൽ ഇവിടുത്തെ ബ്ലോക്ക് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലാണ് വരുന്നത്. ഈ കാണുന്ന മണ്ണിടിച്ചിലുണ്ടല്ലോ, ഈ അടുത്തിടയ്ക്ക് വന്ന മഴയത്ത് പറ്റിയതാണ് കേട്ടോ. നമ്മളൊക്കെ ഇത് ന്യൂസിൽ ഒരുപാട് കേട്ടതും കൂടെയാണ്, ഇതിന്റെ കാഴ്ചകളും കണ്ടതുമാണ്. എന്തോ സമയം അങ്ങ് ഇരുട്ടുന്നതനുസരിച്ച് കോട കയറിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇതിപ്പോ കോഴിക്കോടിൽ നിന്നും കോട കയറി വയനാട്ടിലോട്ട് പോകുന്ന ഒരു വലിയ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മനോഹര കാഴ്ച കാണുന്ന കൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് മനോഹരമല്ലാത്ത ഒരു കാഴ്ച കൂടി കാണിച്ചു തന്നാലോ? അത് ഈ കാണുന്ന കാഴ്ചയാണ് കേട്ടോ. നിങ്ങൾ ഇവിടെ മാക്സിമം വന്ന് നല്ല രീതിയിൽ പ്രകൃതി ആസ്വദിച്ചിട്ട് പൊക്കോളൂ. പക്ഷെ ഒരിക്കലും പ്രകൃതിയെ ഇതുപോലെ നശിപ്പിക്കരുത്. എന്തായാലും സമയം ഇപ്പോൾ 6:15 ആവുകയാണ്. ഏതാണ്ട് ഇരുട്ടിത്തുടങ്ങുകയാണ്. എന്നാലും ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചുരം കയറി വരുന്ന വണ്ടികളുടെ കാഴ്ചകൾ കാണാൻ മാത്രം പറ്റുന്നതാണ്. ബാക്കി വിഷ്വലുകൾ നമുക്ക് ഒരുപാട് അങ്ങോട്ട് കാണാൻ സാധിക്കുന്നതല്ല. അങ്ങനെ ഞാൻ നടന്ന് കോഴിക്കോട് ജില്ലയിൽ നിന്നും വയനാട് ജില്ലയിലേക്ക് നടന്നു കയറിയിരിക്കുകയാണ്. ഇതാണ് വയനാട് ജില്ലയിലെ എൻട്രൻസ്. വെൽക്കം ടു വയനാട്. തൊട്ടു ഫ്രണ്ടിലായിട്ട് അതിമനോഹരമായ ഒരു 3-4 ചിത്രപ്പണികൾ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. യാത്രകൾ ഇനിയും തുടരുകയാണ്.